കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭൂഗർഭ ജല വിഭാഗത്തിൻ്റെ പഠനത്തിൽ തന്നെ 2013 തന്നെ ഈ പ്രദേശത്ത് വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടറികൾക്ക് അനുമതി കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമുണ്ട്. എന്നിട്ടും ആ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വെള്ളം അസംസ്കൃത വസ്തുവായിട്ടുള്ള മദ്യക്കമ്പനി ആരംഭിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം. എലപ്പുള്ളി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത്, ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ളത് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ. ആ കൃഷിഭൂമി മുഴുവൻ നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ മദ്യക്കമ്പനി വന്നാൽ ഉണ്ടാവുക. കർഷകർക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. അല്ല, മലമ്പുഴ ഡാമിന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാലക്കാടിലെ മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 30ഓളം പഞ്ചായത്തുകളിലെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം. മലമ്പുഴയിലെ വെള്ളം അതിനുപോലും തികയുന്നില്ല. പാലക്കാട്ടത്തെ കർഷകർ രണ്ടാം വിളയ്ക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് മലമ്പുഴ ഡാമിനെയാണ്. ജനുവരി മാസം നിങ്ങൾ കനാലുകൾ പോയി കണ്ടാലറിയാം, കനാലുകൾ തുറന്നു വിട്ടിരിക്കുകയാണ്. ദിനംപ്രതി ഏകദേശം 25 മുതൽ 30 ലക്ഷം ലിറ്റർ വരെ വെള്ളം ഈ മദ്യക്കമ്പനിക്ക് ആവശ്യമുണ്ട്. പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 18 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കുടിവെള്ളം എത്തിക്കാനുള്ള ഫിൽട്ടർ പ്ലാന്റ് അവിടെ നിർമ്മിച്ചത്. ആ ഫിൽട്ടർ പ്ലാന്റാണ് മദ്യക്കമ്പനിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ കുടിവെള്ളത്തിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട്. മലമ്പുഴ ഡാമിലെ വെള്ളം ഈ സ്ഥലം വാങ്ങിക്കൊടുത്തത് ആരാ? കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറി, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻ. അദ്ദേഹമാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ. കോൺഗ്രസിൻ്റെ ഹരിചന്ദ്രൻ ചമേലക്ക ഈ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്. കോൺഗ്രസിൻ്റെ അനൗദ്യോഗികമായിട്ട് ഈ കമ്പനിയുടെ ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഹരിചന്ദ്രനാണ് എന്നുള്ള ആ വാദമൊന്നും നിലനിൽക്കില്ല. ഇത് BJP ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ പ്ലാന്റ് ഒരു കാരണവശാലും ഇവിടെ അനുമതി കൊടുക്കരുത് എന്നുള്ള പ്രമേയത്തിന്, അതായത് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. BJP ജനങ്ങൾക്കൊപ്പമാണ്, പാലക്കാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ്, എലപ്പുള്ളി പഞ്ചായത്തിലെ കർഷകർക്കൊപ്പമാണ്, ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ഈ പ്ലാന്റ് ഇവിടെ വരാൻ കോൺഗ്രസും CPM ഒന്നിച്ചു നിന്നാൽ പോലും ഞങ്ങൾ ഈ പ്ലാന്റ് ഇവിടെ വരാൻ സമ്മതിക്കില്ല. മന്ത്രിയുടെ എന്ത് വാദമാണിത്? എത്തനോൾ പ്ലാന്റിനാണ് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തനോൾ പ്ലാന്റാണ് ആദ്യം ആരംഭിക്കാൻ പോകുന്നത്. എത്തനോൾ പ്ലാന്റിൻ്റെയും ENA പ്ലാന്റിൻ്റെയും മറവിൽ ഇവിടെ സംസ്ഥാന സർക്കാർ മദ്യക്കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുക. ബോട്ട്ലിംഗാണ് ആദ്യം വരുന്നത്. രണ്ടാം ഘട്ടമാണ് സർക്കാരിൻ്റെ ഓർഡറിൽ പോലും പറയുന്നത് എത്തനോൾ നിർമ്മിക്കുന്ന പ്ലാന്റിൻ്റെ കാര്യം. അല്ല, പാലക്കാടിനെ സംബന്ധിച്ചോളം വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനി പാലക്കാടിന് യോജിച്ചതല്ല. ഇവിടെ കൊക്കക്കോളയ്ക്കെതിരായിട്ട് സമരം നയിച്ച ആളാണല്ലോ MP രാജേഷ്. ആ MP രാജേഷ് ഇപ്പോൾ കൊക്കക്കോളയ്ക്കെതിരായിട്ട് വലിയ സമരം നയിച്ച MP രാജേഷ് അന്ന് DYFIയുടെ നേതാവാണ്. ഇന്ന് ആ കമ്പനി വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയെ കൊണ്ടുവരാൻ താല്പര്യം എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, MP രാജേഷ് ചെയ്യേണ്ടത് എന്താ? ഇവിടെ എലപ്പുള്ളി പഞ്ചായത്തിലും മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും കുടിവെള്ളത്തിന് രൂക്ഷമായിട്ടുള്ള ക്ഷാമമാണ്. ഇവിടെ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കാൻ എന്തുകൊണ്ട് MP രാജേഷ് ഈ താല്പര്യം കാണിക്കുന്നില്ല? രാജേഷ് താല്പര്യം കാണിക്കുന്നത് മദ്യക്കമ്പനി കൊണ്ടുവരാനാ. രാജേഷ് ഇപ്പോൾ മദ്യക്കമ്പനിയുടെ നേതാവായിട്ട് മാറിയിരിക്കുക. CPIM അല്ല, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മദ്യം എന്നായിട്ട് മാറിയിരിക്കുക. മദ്യക്കമ്പനിക്കാരുടെ പാർട്ടിയായിട്ട് കേരളത്തിൽ CPM മാറിയിരിക്കുക.